കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യ വിഷയം ദൈവമല്ല, മനുഷ്യനാണ്. മനുഷ്യൻ്റെ വിശപ്പ്, ദാരിദ്ര്യം, ഇല്ലായ്മകൾ, തൊഴിലില്ലായ്മ, അവൻ്റെ അന്യവൽക്കരണം, അവൻ്റെ ആധാവസ്ഥ, അതാണ് ഞങ്ങളുടെ മെയിൻ കൺസേൺ. അതിൽ ദൈവം ഒരു മുഖ്യ ഘടകമായിട്ട് കാര്യമില്ല. പക്ഷേ ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റപ്പെടുത്തി നിൽക്കുന്നവർ ദൈവത്തെ കൊണ്ടുവന്നു ഇതിനകത്തേക്ക്. പക്ഷേ ദൈവമല്ല മുഖ്യ ഘടകം. വി ആർ ഐഡിയോളജിക്കലി ഫോളോയിങ് എ ലൈൻ വിച്ച് ഇസ് കോൾഡ് മെറ്റീരിയലിസം. ഞങ്ങൾ ഭൗതികവാദികളാണ് ഞങ്ങൾ. പക്ഷേ ഭൗതികവാദത്തിൽ ഞങ്ങളിപ്പോൾ അടിയന്തര കടമയായിട്ട് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഉറപ്പിച്ച് വിശ്വാസിക്ക് പാർട്ടി അകത്ത് കൊടുക്കാമല്ലോ, ഒരു ബരിയറുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി തടയുന്നില്ല ആരെയും, ആർക്കും വരാം. മെമ്പർഷിപ്പിലും തടസ്സമേ അല്ല. ഞങ്ങളുടെ മെമ്പർമാരിൽ നല്ല ഭാഗം വിശ്വാസികളാണ്. വിശ്വാസം അവിശ്വാസം എന്നുള്ളതല്ല മുഖ്യ വിഷയം. ഇവിടുത്തെ മുഖ്യ വിഷയം വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അതുപോലെ തന്നെ. ദൈവത്തെ തന്നെ ഇന്ന് കമ്പോളം വിഴുങ്ങി, പണം വിഴുങ്ങി. ഇന്നത്തെ ദൈവം ശരിക്കാരാ? ഏത് ദൈവം ഇപ്പോൾ വലിയ ദൈവം? പണമാണ് ദൈവം. പണം ഏറ്റവും വലിയ ദൈവമായിട്ട് ഇപ്പോഴത്തെ പിന്നെ ഒരു ദൈവമല്ല ഇപ്പോൾ. ദൈവത്തിൻ്റെ കാര്യം ഒരു കുഴപ്പത്തില്ല. ഇപ്പോൾ അയോധ്യ ചോർച്ചയാണ്. ഇപ്പോൾ 1-ാമത്തെ മഴക്ക് അയോധ്യ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഏതോ കോൺട്രാക്ടർ പണം കമ്മിയതാണ്, ആരും പറയുന്നില്ല. ദൈവം ഇസ് ഹെൽപ്ലെസ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പേരിൽ കഥയെ കണ്ട കാര്യമില്ല. ആർക്കെല്ലാം ദൈവത്തെ സ്നേഹിക്കണോ സ്നേഹിച്ചുകൊള്ളുക, ആർക്കെല്ലാം പള്ളിയിൽ പോകണോ പൊയ്ക്കൊള്ളുക, അമ്പലത്തിൽ പോകണോ പൊയ്ക്കൊള്ളുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൽ വിലക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ പരിഗണന വിഷയം ദൈവമല്ല, മനുഷ്യനാണ്. ഞങ്ങളുടെ പേര് പണ്ടേ കത്തിയേപ്പിച്ച് വന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമേ ഇല്ല, അച്ഛനും അമ്മയും ഇല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു, കുടുംബമില്ലെന്ന് പറഞ്ഞിരുന്നു. മറ്റേ രണ്ടും മാറി പതുക്കെ മാറി. ദൈവത്തിൻ്റെ ഒരു സംഗതി ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്, അത് മാറും. പണ്ട് പറയായിരുന്നു അവൻ കമ്മ്യൂണിസ്റ്റാണ്, അച്ഛനും അമ്മയൊന്നും ഇല്ല, അവൻ ഭാര്യ പൊതുസ്വത്താക്കും, ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ഇവിടെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വിഷയമല്ല അത്. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ വിശ്വാസിയല്ല, എൻ്റെ പാർട്ടി പക്ഷേ ഒത്തിരി വിശ്വാസികളാണ്. ഒത്തിരി പേരുണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ നമ്മൾ ഈ ബിജെപിയുടെ വളർച്ചയുടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബിജെപിയുടെ ഒരു മുതിർന്ന നേതാവുമായിട്ട് LDF കൺവീനർ ചർച്ച നടത്തിയത്, ഇലക്ഷൻ തൊട്ട് മുന്നേ ചർച്ച നടത്തിയത് വലിയ ചർച്ചയാകുകയും അത് വോട്ട് റോഷന് ഭയങ്കര കാരണമായി. CPM തന്നെ പരോക്ഷമായിട്ട് കൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. CPI അതിനെങ്ങനെ കാണുന്നു? അല്ല, ആ ചർച്ച ഒഴിവാക്കേണ്ടതായിരുന്നു. പോളിംഗ് ഡേയിലുള്ള ഓപ്പൺ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ഒഴിവാക്കേണ്ടതായിരുന്നു. അല്ല, ഇത് നമ്മൾ പിന്നെ ആരോടൊക്കെ എങ്ങനെയൊക്കെ ബന്ധം സ്ഥാപിക്കും, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ അതൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രസ്താവനകൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ഓർക്കേണ്ടതാണ്. When the situation arises, അല്ലാതെ ആവശ്യം വേണ്ടി വന്നാൽ LDFൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച വന്നാൽ LDFൻ്റെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചർച്ച വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉന്നയിക്കും. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വീണ്ടും പഴ്സ്യൂ ചെയ്യാണ് സിൽവർ ലൈൻ പ്രോജക്റ്റ്. കഴിഞ്ഞ തവണ CPMന്റെ MP മാരൊക്കെ ചേർന്നിട്ട് റെയിൽവേ മിനിസ്റ്റർ കണ്ടപ്പോൾ താങ്കൾ മാത്രം ആബ്സെന്റ് ആയിരുന്നു. CPIയുടെ MP-ക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മാറിയെന്നാണ്. അല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ അടിയന്തര വിഷയം സിൽവർ ലൈനല്ല. ഇപ്പോൾ സിൽവർ ലൈനെ വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. സിൽവർ ലൈൻ ആവശ്യമുണ്ടോ? വേഗത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ വേണം. അത് സിൽവർ ലൈൻ തന്നെയാണോ എന്നൊക്കെ ആലോചിക്കണം. ആൾക്കാരുടെ സ്ഥലത്തിൻ്റെ മേലുള്ള ഇതും പിന്നെ അതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിലെങ്കിലും താങ്കളൊന്ന് മാറി നിൽക്കുന്നതായിട്ട് കണ്ടു ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഈ സിൽവർ ലൈൻ്റെ വിഷയത്തിലാണ്. അതിന് മുന്നേ ഈ ഫസ്റ്റ് പിണറായി ഗവൺമെന്റ് ആയിരുന്നു മാവോയിസ്റ്റുകളെ ഷൂട്ട് ഡൗൺ ചെയ്തത്. അന്ന് ഒരു സ്ലേവ് മാവോയിസ്റ്റിനെ താങ്കൾ നേരിട്ട് പോയി കാണുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. What is wrong in that? തെറ്റ് ഞാൻ കാണുന്നില്ല.
മാവോയിസത്തോട് ഏറ്റവും അധികം ആശയപരമായിട്ട് അംഗം വെട്ടിയ പാർട്ടി CPI ആണ്. ഞങ്ങളവിടെ പറഞ്ഞത് മാവോയിസ്റ്റ് ഞങ്ങൾ പറഞ്ഞ വാക്ക് എന്താണ്, ഞങ്ങൾ അല്ലല്ല, ഞങ്ങൾ പറഞ്ഞത് മാർക്സിസത്തിൻ്റെ വികൃത അനുകരണം എന്നാണ് പറഞ്ഞത്. മാർക്സിസത്തിൻ്റെ മാവോയിസം എന്നാണ് പറഞ്ഞത്. അത് മാർക്സിസം അല്ല, മാർക്സിസത്തിൻ്റെ വികൃത അനുകരണമാണ് എന്നാണ് CPI പറഞ്ഞത്. ദാറ്റ് മീൻസ് ഐഡിയോളജിക്കലി വി ആർ ഒപ്പോസ് ടു ദം. അതിൻ്റെ അർത്ഥം ഒരാൾക്ക് വിശ്വാസം കൊണ്ട് മാവോയിസ്റ്റാകാനുള്ള അവകാശമുണ്ട്, അത് അയാളെ കൊല്ലാനുള്ള കാരണമാകാൻ പാടില്ല. രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്നാണ് CPI സ്റ്റാൻഡ്. അതുകൊണ്ട് അങ്ങനെ നീക്കം ഉണ്ടായാൽ ഞങ്ങൾ ഇനിയും പോയി കാണും. ഞാൻ രൂപേഷിൻ്റെ മോളുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്. രൂപേഷ് ജയിലിൽ കിടക്കുന്ന മാവോയിസ്റ്റാണ്. എനിക്ക് കുറ്റബോധമില്ല. ഞങ്ങളൊക്കെ ഒരു പാരമ്പര്യം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പല ആൾക്കാരും എത്രയോ കൊല്ലം ഒളിവിൽ കഴിഞ്ഞവരാ. അന്ന് ഞങ്ങളെ രക്ഷിച്ച പലരും CPIക്കാർ മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് അഭയം കിട്ടിയിരുന്നു, ഞങ്ങളുടെ ശരികളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പം അങ്ങനൊരു പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഭരണം കിട്ടുമ്പോഴത്തേക്കും മാവോയിസ്റ്റുകളെ ജയിലടക്കുക, UAP വെറുക്കപ്പെട്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് മുമ്പിലുള്ള വഴിയല്ല UAPA. ഇനിയും ഞങ്ങളത് പറയും. എന്നിട്ടും CPI ഭരണത്തിരിക്കുമ്പോൾ 2 കുട്ടികളെ UAPA ചുമത്തുന്നത് ഇറ്റ് വാസ് എ റോങ് സ്റ്റെപ്പ്. അല്ലല്ല, അത് റോങ് ആണ്. CPI അത് പറയുന്നുമുണ്ട്. പക്ഷെ CPIക്ക് എന്താ ഇന്റർവീൻ ചെയ്യാൻ പറ്റാത്തത്? CPIക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. CPIക്ക് ഐഡിയോളജിക്കൽ ഇങ്ങനൊരു ബോധ്യമുണ്ടെങ്കിൽ അത് തടയുകയല്ലേ വേണ്ടത്? ആവർത്തിച്ചില്ലല്ലോ. പിന്നെ അത് ആവർത്തിച്ചില്ലല്ലോ. ആവർത്തിച്ചില്ലല്ലോ. പിന്നെ UAP ഉണ്ടായില്ലല്ലോ ഇവിടെ. UAP ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? CPI ഇടപെട്ടുകൊണ്ടാണ്. മാവോയിസ്റ്റുകളിൽ അടക്കമുള്ള ഏത് രാഷ്ട്രീയ ആശയങ്ങളെയും നേരിടേണ്ടത് ആശയപരമായിട്ടാണ്, നോട്ട് ത്രൂ ദ ബുള്ളറ്റ്സ് കൊണ്ട് ആശയത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. ബുള്ളറ്റ്സുകൾക്ക് ആശയങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കമ്മ്യൂണിസം പണ്ടേക്ക് വേണ്ടി ഇല്ലാതാക്കുമായിരുന്നു. അത്രയധികം ബുള്ളറ്റ്സും മർദ്ദനങ്ങളും ജയിലും ഏറ്റ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. അപ്പോൾ അത് തെറ്റായ മാർഗമാണ്. അല്ല, അത് അവരോട് ചോദിക്കണം.